സഞ്ജുസ് വേൾഡ്. ഡൽഹിയിലൂടെയുള്ള നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കുത്തബ് മിനാറിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. കുത്തബ് മിനാറിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടി നമുക്ക് ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് ഈ ഒരു ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കേണ്ടതാണ്. വിദേശ പൗരന്മാർക്ക് പ്രത്യേകം കൂടുതൽ നിരക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കോംപ്ലക്സിലേക്ക് എന്തെല്ലാം വസ്തുക്കൾ നമുക്ക് കൊണ്ടുപോയി കൂടാ എന്നൊക്കെയുള്ളതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുമുണ്ട്. ഈ ഒരു കോംപ്ലക്സിലേക്കുള്ള ഗേറ്റ് കടക്കുമ്പോൾ തന്നെ നമ്മളോട് ഗൈഡിനെ ആവശ്യമുണ്ടോ, അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാരെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതാണ്. ഈ കാണുന്നത് ഒരു ഗൈഡാണ് കേട്ടോ, നമ്മളോട് കൂടെ വരാമെന്നൊക്കെ പറയാണ്. ഇതാണ് കുത്തബ് മിനാർ കോംപ്ലക്സിലേക്കുള്ള മെയിൻ ഗേറ്റ്. കുത്തബ് മിനാർ ഉണ്ടാക്കിയിട്ടുള്ള കാലത്ത് സൃഷ്ടിച്ചിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗേറ്റാണിത്. ഗ്രേറ്റ് ഗേറ്റ് എന്നാണ് ഇതറിയപ്പെടുന്നത്. പിന്നീട് ഇതിൻ്റെ സൈഡിലൂടെയൊക്കെ നമുക്ക് ഇങ്ങോട്ടേക്ക് കടക്കാനുള്ള വഴികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാർഡനിലാണ് ഈ ഒരു കോംപ്ലക്സ് നിലനിൽക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഇവിടെ ഒരു കുഞ്ഞൊരു ഡിസ്ക്രിപ്ഷനായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കോംപ്ലക്സിൻ്റെ ഒരു മാപ്പ് നമുക്കിവിടെ കാണാവുന്നതാണ്. അതിൽ ഏതൊക്കെ എവിടെയൊക്കെയാണ് എന്നൊക്കെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുമുണ്ട്. രജപുത്ര രാജാവായിട്ടുള്ള പൃഥ്വിരാജ് ചൗഹാനെതിരെ മുഹമ്മദ് ഗോറി നേടിയിട്ടുള്ള വിജയത്തിൻ്റെ പ്രതീകമായിട്ട് പണിതീർത്തിട്ടുള്ള ഒരു ഗോപുരമാണിത്. മുഹമ്മദ് ഗോറിയുടെ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്ന കുത്തബ്ദീൻ ഐബക്കാണ് 1193 72.5 മീറ്റർ ഉയരമുള്ള ഈ ഗോപുരത്തിൻ്റെ പണികൾക്ക് തുടക്കം കുറിക്കുന്നത്. (1311) ഡൽഹി സുൽത്താനായിരുന്ന അലാവുദ്ദീൻ ഖിൽജി പണികഴിപ്പിച്ച അലൈ ദർവാസ എന്ന മന്ദിരമാണിത്. ഇസ്ലാമിക വാസ്തുശില്പകലയിലെ നിയമങ്ങളെല്ലാം അനുസരിച്ച് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ മന്ദിരമാണ് ഇത്. ചുവന്ന സാൻഡ്സ്റ്റോണിൽ പലതരത്തിലുള്ള കൊത്തുപണികൾ കൊണ്ട് സമ്പുഷ്ടമായ ഒരു മന്ദിരം. തുർക്കിയിൽ നിന്നുള്ള ശില്പികളായിരുന്നു ഇതിൻ്റെ നിർമ്മാണത്തിൽ പ്രധാനപ്പെട്ട പങ്കുകളൊക്കെ വഹിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിൽ 19-ാം നൂറ്റാണ്ട് വരെ നീണ്ടുനിന്ന മുസ്ലിം വംശത്തിൻ്റെ അടിസ്ഥാന ശിലയായാണ് ഇത് നിലകൊള്ളുന്നത്. അടിമവംശവും ലോധി വംശവും തുഗ്ലക് വംശവുമെല്ലാം ഈ മഹത് നിർമ്മിതിയിൽ തങ്ങളുടേതായ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. കുത്തബ്ദീൻ ഐബക്ക് കുത്തബ് മിനാറിൻ്റെ ആദ്യത്തെ നില മാത്രമേ പണി തീർത്തിട്ടുള്ളൂ. തുടർന്നുള്ള 3 നിലകൾ നിർമ്മിച്ചത് കുത്തബ്ദീൻ ഐബക്കിൻ്റെ തന്നെ മരുമകനും അതുപോലെ തന്നെ പിൻഗാമിയുമായി അറിയപ്പെടുന്ന ഇൽത്തുമിഷ് ആയിരുന്നു. മനോഹരമായ ഖുർആൻ സൂക്തങ്ങൾ ഇതിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാഴ്സോ, അറബിക് ഭാഷയിലും നാഗരി ലിപികളിലുമൊക്കെയുള്ള ലിഖിതങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട്. അലാവുദ്ദീൻ ഖിൽജിയുടെ കാലത്തെ ഒരു മദ്രസയായിരുന്നു ഇത്. അലാവുദ്ദീൻ്റെ ശവകുടീരവും ഇതിനകത്ത് ഉണ്ട്. 1316 വരെ ഡൽഹി ഭരിച്ച അലാവുദ്ദീൻ പല പ്രധാനപ്പെട്ട നിർമ്മിതികൾക്കും രൂപം കൊടുത്തിട്ടുണ്ട്. അക്കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു മദ്രസ. കുത്തബ് കോംപ്ലക്സിലെ പ്രധാനപ്പെട്ട മറ്റൊരു നിർമ്മിതിയുടെ അടുത്തേക്കാണ് ഇനി നമ്മുടെ യാത്ര. കാബത്തുൽ ഇസ്ലാം മോസ്ക്, കുത്തബ് മോസ്ക് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഗ്രേറ്റ് മോസ്ക് ഓഫ് ഡൽഹി എന്നാണ് ഇതിൻ്റെ മറ്റൊരു പേര്. 1193 കുത്തബ്ദീൻ ഐബക്കാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കുന്നത്. പിന്നീട് വന്നിട്ടുള്ള രാജാക്കന്മാർ ഓരോരുത്തരായിട്ട് ഇത് പൂർത്തീകരിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായത്. ഇതിൻ്റെ നിർമ്മാണ രീതിയെ ചൊല്ലി ചരിത്രകാരന്മാർക്കിടയിൽ ഒരുപാട് തർക്കം നിലനിൽക്കുന്നുണ്ട്. ഇതൊരു ഹൈന്ദവ ക്ഷേത്രം പൊളിച്ച് അതിൻ്റെ മുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മോസ്കാണെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. ഹൈന്ദവ ശില്പികളാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതൊരു ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ ഈ ഒരു മോസ്ക് ഇരിക്കുന്നത് എന്ന് പറയുന്നവരുമുണ്ട്.
മറ്റു ചിലർ പറയുന്നത്, ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായം എന്ന് പറയുന്നത്, നമ്മുടെ കുത്തബ്ദീൻ ഐബക്ക് ഒരുപാട് ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങളൊക്കെ ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ കൊണ്ട് ഇവിടെ ഒരു മോസ്ക് ഉണ്ടാക്കിയതാണ് എന്നും പറയപ്പെടുന്നുണ്ട്. ഇനി ഈ ഒരു കോംപ്ലക്സിലെ മറ്റൊരു നിർമ്മിതിയാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു അയൺ പില്ലർ എന്ന് പറയുന്നത്. കുത്തബ് കോംപ്ലക്സിൻ്റെ നടുമുറ്റത്തായിട്ട് സ്ഥാപിച്ചിട്ടുള്ള മറ്റൊരു നിർമ്മിതിയാണിത്. 5-ാം നൂറ്റാണ്ടിൽ ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ പണി തീർത്തിട്ടുള്ള ഈ ഒരു തൂണിന് 6 ടൺ ഭാരവും 7.21 മീറ്റർ ഉയരവുമാണുള്ളത്. നൂറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന ശിലാനിർമ്മിതികൾക്കിടയിലൂടെയുള്ള എൻ്റെ യാത്ര ഞാൻ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മുഹമ്മദ് ഗൗരിയുടെ അധിനിവേശ കാലത്താണ് ഇതിൻ്റെ നിർമ്മാണം ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ ഒരു മാതൃക ഈ ഒരു മോസ്കിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അടിമ രാജവംശം ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും വലിയ പള്ളിയായിരുന്നു ഇത്. അതുപോലെ തന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക ദേവാലയം കൂടിയായിരുന്നു ഇത്. ആർട്സോ അറബിക് ലിപികളിലും നാഗരിക ലിപികളിലുമൊക്കെയുള്ള കൊത്തുപണികൾ നമുക്ക് ഇതിൻ്റെ ചുമരുകളിൽ കാണാൻ വേണ്ടി സാധിക്കും. നിർമ്മാണം നിലച്ചുപോയ ഒരു മിനാരം നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. അലൈ മിനാർ അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണകാലത്ത് 1-ാം നില നിർമ്മിക്കുകയും തുടർന്നുള്ള ഭരണാധികാരികൾ ആരും തന്നെ പൂർത്തിയാക്കുകയും ചെയ്യാത്ത ഒരു കെട്ടിടമായിരുന്നു അത്. നെക്സ്റ്റ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഈ ഒരു കോംപ്ലക്സിലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു നിർമ്മിതിയാണ്. ഈ ഒരു നിർമ്മിതി എന്ന് പറയുന്നത് 1235 ഇൽത്തുമിഷ് തൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഉണ്ടാക്കിപ്പിച്ചിട്ടുള്ളതാണ്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മരണശേഷം വിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ ശവക്കല്ലറ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത്രയധികം കൊത്തുപണികൾ കൊണ്ട് വളരെ മനോഹരമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചേംബറാണിത്. അതിൻ്റെ മധ്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ ശവം അടക്കം ചെയ്തിട്ടുള്ളത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ശവക്കല്ലറ എന്ന് പറയുന്നത്. കല്ലറക്ക് അത്ര വലിയ ഭംഗിയൊന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും അത് ഉൾക്കൊള്ളുന്ന ആ ഒരു ചേംബർ, അതിലെ കൊത്തുപണികളൊക്കെ അത്രയധികം മനോഹരമായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ കുത്തബ് കോംപ്ലക്സിലേക്കുള്ള ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.